ഹെൽപ്പർ ഷാന എന്നുണ്ടായാൽ മതി കേട്ടോ. ഏത് കിളികള്? എപ്പോ ആണോ മിന്നു? അതൊരു കാക്ക കരയുണ്ട് മേലെ. മിന്നു ഇവിടെ കിളികൾ വരാറുണ്ടോ? ചിരട്ട ഉണ്ടാണെങ്കിൽ അതായിരിക്കണം നിന്റെ കളിക്കണ അതിലതാ. മിന്നു നോക്കട്ടെ എന്താ ഇതിനാണ് പറയാ വട്ട് കേസ്. എവിടെ കിളികളെവിടെ? ഒരു കിളീനെ കാണിക്ക്. ആ മെറ്റിലതാ മിന്നോടെ വാരിട്ട് കാക്ക ഒന്നും ഇങ്ങോട്ട് തള്ളിയിട്ടാ ഇതായിരിക്കണം. ഇന്നിപ്പോ നീ നനച്ചോണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലേ? നീ ചെടിയൊക്കെ നനച്ചില്ലേ? അതുകൊണ്ട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. മിന്നിയാ ഇവിടെ വാ. ചെടികൾക്ക് വെള്ളം നിറക്കാണോ അതോ കാഴ്ച കാണുകയാണോ? ഇതിനെ വായനോട്ടം എന്ന് പറയും. വായനോട്ടം മറിച്ചോ? അത് സാരല്ല, ഒരു കാൽഭാഗം നിറച്ചാ മതി. മൂക്കോ? ആ അല്ല, അതിങ്ങനെ കൊക്ക് കുത്തിയിട്ട് തന്നെയല്ലേ നല്ല താഴത്തേക്ക് ആവില്ല. എന്താ അത് അല്ലേ പിന്നെ? അപ്പൊ നാളെ എന്താ പറയാ, ശനിയാഴ്ച ഷാനയുടെ മദ്രസൊക്കെ ഓപ്പൺ ആവുകയാണ് കേട്ടോ. വല്ല വിചാരമുണ്ടോ? മദ്രസ തുറക്കുകയാണ് നാളെ. അപ്പൊ നമ്മുടെ കുറച്ചൊരു നാളത്തെ ഒരു മദ്രസ വ്ളോഗ് കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ്. കിളിയില്ലാത്ത വീട്ടില് കിളിക്ക് വെള്ളം കൊടുക്കാൻ പോവാണ് ഷാന കേട്ടോ. അവിടെ ഒരു കാക്ക കരയുന്നുണ്ട്, മതിയാവോ അല്ലേ? അപ്പൊ ഇന്ന് കുറച്ച് മദ്രസ ഐറ്റംസ് ഒക്കെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇൻഷാല്ലാ നമ്മളെ ഒരു വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇതെന്താ അത്? എൻ്റെ വണ്ടിയൊക്കെ തല്ലി തകർക്കുവോ? എങ്ങോട്ടും ഷാന കൈക്കോട്ടും കൊണ്ട് എങ്ങോട്ടാ മിന്നു? മിന്നൂസ് കൃഷിപ്പണിയിലിറക്കി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിന്നെ കണ്ടിട്ട് കാല് തട്ടണ്ട കേട്ടോ. മിന്നോ ഞാൻ വെള്ളം തുറന്ന് കാണിച്ചു കൊടുക്കണ്ട. കണ്ടോ ഇനിയിപ്പോ അത് തുറക്കും. അടക്കി അതാ അതേന്നൊന്നും ഇല്ല. ഞാൻ തുറക്കോ നോക്കും. നീ അങ്ങോട്ട് പോയിക്കോ. ആ കൈക്കോട്ട് ഇങ്ങോട്ട് കുറച്ച് നീക്കി വെച്ചാൽ മതി. അപ്പൊ ശ്രദ്ധ പിടിച്ചു പറ്റാം. അതാ മിന്നുവിന്റെ കൈക്കോട്ടും കൊണ്ടത് പോണ്. അതാ താത്തെടുത്തിട്ട് പോയി. അവിടെ വെച്ചോ. എങ്ങനെയുണ്ട് നമ്മുടെ ഐഡിയ? മിന്നോ ഉള്ളു കയറ്. ടാറ്റ അണിച്ച നീ മിന്നോ. ഇവിടെ നോക്ക്. ടാറ്റ. ചെരുപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാ. മിന്നോ വാ, ഉള്ളു കയറാ. ബാങ്ക് വിളിക്കാനായി വാ. അതാ അപ്പോൾ എന്താ പറയാനുള്ളത്? നാളെ മദ്രസ തുറന്ന് 5ാം ക്ലാസ്സിലേക്ക് പോകുന്ന ഷഹാനയാണത്. കിളികൾക്ക് വെള്ളം വെച്ച് നേരം കഴിച്ചു വിട്ടണം. അപ്പം നാളെ മുതൽ ഷഹാന ഫുള്ള് പഠിപ്പായിരിക്കും മദ്രസയത്ത് അല്ലേ? അല്ലേ ഷാന? ഫുള്ള് മദ്രസ പഠിപ്പ്. നാളെ ഞാൻ ഉസ്താദിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒരു ദുആ, അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും പിരിച്ചുവിടുന്നാണ് കേട്ടത്. ഇന്ന് വൈകിട്ട് പോകേണ്ട സമയം അറിയണ്ടേ? അപ്പൊ പറഞ്ഞു 7:30 പറഞ്ഞു എല്ലാവർക്കും, എക്കാർക്കും ബിക്കാർക്കൊക്കെ. ഇനി അത് കഴിഞ്ഞ് സൺഡേ നിങ്ങളുടെ പഴയ ബാച്ച് പോലെ 7:45 to 9:15 അതാവും. ഓക്കെ മിന്നോ ഇതാ ഓടണം. സ്കൂളുള്ളതാ 9:15 9:30 വിടത്തും. ഓക്കെ ബാങ്ക് വിളിച്ചു കയറും. കിളികൾക്ക് വെള്ളം വെച്ചിട്ട് ചിരട്ട മറിഞ്ഞു വീഴാന് അടുപ്പ് കൂട്ടിയിട്ട് എന്നും ഉണ്ടായാൽ മതി ഇതുപോലുള്ള ബുദ്ധിയും ബോധമൊക്കെ.
കല്ലിനെക്കായും മൂട് വലുപ്പമുണ്ട് ചിരട്ടയ്ക്ക്. നോക്ക്, അതവിടെ താഴെ കുത്തുന്നുണ്ടടി. കുറച്ചും കൂടെ വലിയ കല്ല് വെക്കണമായിരുന്നു തോന്നണം. ഉറുമ്പോ? ഉറുമ്പിന് ദാഹം മാറട്ടെ. അതാ ഈ പെണ്ണെങ്ങനെ മേലെ കയറി? ഇവിടെ ഇറങ്ങി. എന്താ മണ്ണല്ലേ ഇതില്? ഇറങ്ങി 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 വാ, ഉള്ളിൽ കയറി. നീ ആ പാലും പാക്കറ്റ് ഒന്നും കൂടെ എടുത്ത, എല്ലാം എടുത്ത് വെച്ചില്ല, അതും കൂടെ എടുത്തു വെക്ക. ഇനി അതാ നമ്മുടെ കൈക്കോട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ട് വേഗം വരൂ. അപ്പോ നാളെ ഷാന 5ാം ക്ലാസ്സിലോട്ട് പോവുകയാണ്. എവിടേക്ക്? മദ്രസയിലോട്ട്. 5ാം ക്ലാസ്സിലേക്ക് പോകണ്ട ബാഗും പർദ്ദയൊക്കെ ഉണ്ടാവല്ലോ, അത് മേടിച്ചിട്ടുണ്ട് നമ്മൾ ഇന്ന് വൈകുന്നേരം പോയിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. കുഞ്ഞു പർച്ചേസിങ്. പർദ്ദ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പൊ ഓരോ വർഷവും നമ്മൾ പുതിയതായിട്ടൊരു പർദ്ദ എടുക്കും. ഇവള് ഇങ്ങനെ നീളം വെക്കണ കാരണം കുറച്ചിങ്ങനെ ലെങ്ത് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ അതൊരു ബോറായിട്ട് തോന്നും പർദ്ദ ഇറക്കല്ലാത്ത ഇട്ട് പോകുമ്പോ. അപ്പൊ കഴിഞ്ഞ തവണ ഇതുപോലെ 1ാം ക്ലാസ് മുതലേ 1ൽ 2 എടുത്തു. പിന്നെ 2ാം ക്ലാസ്സിലേക്ക് വീണ്ടും 1, എന്നിട്ട് 1 പഴയത് അഡ്ജസ്റ്റ് ചെയ്യും. 3ാം ക്ലാസ്സിലോട്ട് വീണ്ടും 1, പിന്നെ 2ാം ക്ലാസ്സിലോട്ട് ഒന്നുള്ള പഴയത് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പൊ 4ാം ക്ലാസ്സത്തെ ഇറക്കുന്നുണ്ട് നല്ല അത്യാവശ്യം. ഇപ്പൊ 5ാം ക്ലാസ്സിലോട്ട് എന്ന് വെച്ചാൽ നമുക്ക് 4ാം ക്ലാസ്സിലോട്ട് വലിയൊരു ഇറക്കക്കമ്മി ഒന്നായിട്ട് തോന്നണില്ല. എന്നാലും ഇപ്രാവശ്യം എടുത്തിട്ടുണ്ട്. ചിലപ്പോ ഇറക്കം കുറയാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് ക്ലാസ്സിൽ പോകുമ്പോ ഒരു പുതിയ വസ്ത്രമൊക്കെ ഇട്ട് പോവാലോ അല്ലേ? എന്നും പ്രതീക്ഷിക്കണ്ട, ചില സമയത്ത് നമുക്ക് കിട്ടായിയൊക്കെ വരും. ഓക്കെ, അപ്പൊ കാണിച്ചോളൂ. ഫസ്റ്റ് നമ്മുടെ മദ്രസ ബാഗാണ്. അപ്പൊ മദ്രസ ബാഗ് കഴിഞ്ഞ തവണ വാങ്ങിച്ചത് ബ്ലാക്ക് ആയിരുന്നു. നല്ല തടി എന്ന് വെച്ചാൽ നല്ലൊരു നീളത്തിന് വരെ തടിയുള്ളതാ, വീതി കൂടി അല്ലേ? സെയിം ബാഗ് തന്നെയാണ്, പക്ഷെ നമ്മൾ കളർ ഒന്ന് ചേഞ്ച് ആക്കി. കഴിഞ്ഞ തവണ ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു, ഇപ്പൊ ഒരു ഗ്രേ കളർ. നല്ല അടിപൊളി കളറാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു പീക്കോക്ക് ഷെയ്ഡ് അല്ലേ ഞാൻ കാണിച്ചത് കടയിൽ? ഒരു കടുന്നീലല്ല, ഒരു പീക്കോക്ക്. അപ്പൊ ഒന്നുകൂടെ സ്റ്റാൻഡേർഡ് കളർ ഇതായിട്ട് തോന്നി. ഷാനക്ക് വീഡിയോ കോൾ ചെയ്തപ്പോ ഷാന സെലക്ട് ചെയ്തത് നമ്മുടെ ബാഗ്. നെക്സ്റ്റ് അടുത്തത് ബുക്സ്. ഫാസ്റ്റ് ഈ ചെറിയൊരു വ്ലോഗ് ഷാന 1 മണിക്കൂറിലോട്ട് മാറ്റുന്നതായിരിക്കും. പോയി ബില്ലൊന്നും വേണ്ട. പിന്നെ നമ്മുടെ പർദ്ദയിലൂടെ മക്കനെടുത്തുക്കണം. ഓക്കെ, എന്തായാലും പർദ്ദ വാങ്ങിച്ചു. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു മഫ്തയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർക്ക് മദ്രസയില് കളർ മഫ്ത അല്ലെങ്കിൽ കളർ പർദ്ദ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് പർദ്ദ, പിന്നെ അതേപോലെ വൈറ്റ് സ്കാർഫ്, അങ്ങനെയാണ് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മക്കന ഒരു ഇതും കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട് അല്ലേ? ഇത് കൂടാതെ ഒരെണ്ണം ഇടാൻ പറ്റിയതില്ലേ? നെക്സ്റ്റ് പിന്നെ പർദ്ദ വലിയ മോഡൽ ഉണ്ടെന്നൊന്നും പറയാനില്ല. ഇപ്രാവശ്യം സിമ്പിൾ ആണ് കിട്ടിയത്. നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് തന്നെ പോയിട്ട് എടുത്തതാണ് കേട്ടോ. മറ്റേ നമ്മുടെ പർദ്ദയുടെ മാത്രം ഷോപ്പിൽ പോയിട്ട് എടുക്കുമ്പോ കുറെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പർദ്ദകളൊക്കെ അത് സ്റ്റിച്ചിന്റെ ഉള്ളിക്ക് പോയിക്കാണ് അല്ലേ? അവിടെ ഡിസൈൻ പോലെ. അപ്പൊ ഇതിന്റെ വേറൊരു മോഡൽ എടുത്തിരുന്നു. ഫ്രണ്ടില് കുറച്ചൊരു ഡിസൈൻ വരുന്നത്, പക്ഷെ കയ്യില് നോട്ടെ ഇലാസ്റ്റിക്, കൈന്റെ അറ്റത്ത് ഇങ്ങനെ ഇലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഇതാണ് സെലക്ട് ചെയ്തിട്ട്. ചെറുതായിട്ടൊരു സ്റ്റോൺ വർക്ക്, കൈയിന്റെ അറ്റത്തൊരു സ്റ്റോൺ വർക്ക്, പിന്നെ സെൻട്രലായിട്ട് ഒരു ലൈനും സ്റ്റോൺ വർക്ക്. പിന്നെ ഇപ്പൊ എന്താ, ഇതന്നെയാണ് മെയിൻ നമ്മൾ പർച്ചേസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ബുക്ക് അല്ലെങ്കിൽ അത് പൊതി, അതൊക്കെ നമ്മൾ പിന്നെ ഓൾറെഡി നമ്മൾ സ്കൂൾക്കൊക്കെ മദ്രസയ്ക്കായാലും ഓൾറെഡി നമ്മൾ വാങ്ങണ തന്നെയാണ്. എന്നാലും ജസ്റ്റ് ഷാനാന്റെ ഒരു ആഗ്രഹത്തിന് കാണിക്കാല്ലേ. പിന്നെ ഇപ്രാവശ്യം നമുക്ക് ടെക്സ്റ്റ് ബുക്കും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ടെക്സ്റ്റ് ബുക്ക് ഞാൻ ബുക്ക് സ്റ്റോളിൽ പോയിട്ട് വാങ്ങിക്കാറാണ്. അല്ലെങ്കിൽ ഒരു ബുക്ക് മാത്രം വേറെ നീല കളർ, 2 ബ്ലൂ കളർ ഉണ്ടാവുമല്ലോ. 2 ബ്ലൂ കളറും 3 ഗ്രീനും. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നോട്ട്ബുക്ക് വാങ്ങാൻ പോയ ഷോപ്പിൽ തന്നെ ടെക്സ്റ്റ് ബുക്കും കിട്ടിയതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉസ്താദിന്റെ മദ്രസയിൽ പോകുമ്പോൾ അവര് ക്യാഷും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലിടും. അങ്ങനെ മദ്രസയിലേക്ക് കൊടുത്തു വിടാറാണ് കേട്ടോ, ക്യാഷ് അയച്ചു കൊടുക്കാറാണ്. ഇപ്രാവശ്യം നമ്മൾ നോട്ട്ബുക്ക് വാങ്ങിച്ചവന്റെ ഒപ്പം തന്നെ ടെക്സ്റ്റ് ബുക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 5 സബ്ജക്റ്റ് അല്ലേ? ഒരേ വരുന്ന വേറെ കളറില് 2 തരം കളറില്, പച്ചയും നീലയും. 5 സബ്ജക്റ്റ് ആണ് വരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള നോട്ട്ബുക്ക്, കുറച്ചൊരു വലുപ്പമുള്ള നോട്ട്ബുക്ക് തന്നെയാണ് കേട്ടോ. കഴിഞ്ഞ തവണ ചെറുതല്ലേ വാങ്ങിച്ചത്?
ഇനിയിപ്പോ വലിയ ആളൊക്കെ ആയില്ലേ, 5ാം ക്ലാസ് ഒക്കെ ആയി. പിന്നെ നമ്മുടെ സാധാരണ പോലെ ബുക്കൊക്കെ പൊതിയണ അതിവിടെ കൊടുന്ന സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ട്രാൻസ്പെറന്റ് ഷീറ്റാട്ടോ വാങ്ങിച്ചിരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചായ കളർ പോലത്തെ ഒരു ഷീറ്റ് ഇല്ലേ, ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ പറഞ്ഞിട്ട് ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു പൊതിയാണ്ട വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ നെയിം സ്ലിപ്പിൽ പിന്നെ നമുക്ക് മദ്രസയ്ക്ക് ആയതുകൊണ്ട് വല്ലാതെ ചിത്രവും കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിളായിട്ട് മതി പറഞ്ഞിട്ടത് അങ്ങനെ ഒരു നെയിം സ്ലിപ്പാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ല ഇടുന്നത്, പൊതിയാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മുകളിൽ നെയിം സ്ലിപ്പിൻ്റെ ആവശ്യമുണ്ട്. ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണെങ്കിൽ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ, നമുക്ക് സബ്ജക്റ്റൊക്കെ മുകളിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ ടെക്സ്റ്റ് ബുക്കൊക്കെ കുറച്ചും കൂടെ ഒന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേ, പ്ലെയിൻ മാത്രല്ല, പിന്നെ നമുക്കത് കാണുമ്പോൾ തന്നെ ഒരു പഠിക്കാനൊക്കെ തോന്നും. അതിൻ്റെ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ ആ ബുക്കിൽ കാണിച്ച നമ്മളൊരു 4ാം ക്ലാസ്സിലൊക്കെ അപേക്ഷിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു പാഠഭാഗമൊക്കെ കാണുമ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ഒരു വൃത്തിക്ക് മെനക്കൊക്കെ ഉണ്ട് പറയാം. പിന്നെ ഇതിന്റെ തിക്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ പോലെ ഉണ്ട് അല്ലേ, ഫിഖിന്റെ മാത്രം കുറച്ച് കൂടുതലാണ് ഇപ്രാവശ്യം. പിന്നെ 5th സ്റ്റാൻഡേർഡ് സബ്ജക്റ്റ് അവരുടെ സിലബസ് ഒക്കെ മാറിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, ആ ഒരു ബുക്കിന്റെ ഒരു ഇതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 5ാം ക്ലാസ് നമുക്ക് അറിയില്ല, എന്നാലും സബ്ജക്റ്റ് ഒക്കെ മാറിയത് കൊണ്ട് അല്ലെ, ഒക്കെ ഒരു 5 സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് താരിഖ് എന്റെ ഏറ്റവും ഫേവറേറ്റ് പെട്ടിട്ട്. പിന്നെ ഫിഖിലാണ് ഒന്നും കൂടെ തിക്നെസ് കൂടുതൽ. ബാക്കിയൊക്കെ നോക്കട്ടെ, ഫിഖ് എവിടെ, ഈ ഒരു സബ്ജക്റ്റ് ആണ് കുറച്ചും കൂടെ എന്നൊരു തിക്നെസ് തോന്നണം കേട്ടോ. പിന്നെ ഇതിന്റെ എന്താ പറയാ, മേലത്തെ എല്ലാ ഒരു ഫിനിഷിങ്ങിനും അതിൻ്റെതായിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതായത് ഇതിന് 100 ആണ് വരുന്നത്, പിന്നെ ഒരു 60 വരുന്നുണ്ട്, 70 വരുന്നുണ്ട് അല്ലേ, ഇതിന് 80, 80, 70, 60. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സബ്ജക്റ്റുകൾ ദുറൂസും താരീഖ്, പിന്നുള്ള തജ്വീദ്, ലിസാൻ ഖുർആൻ, ഫിഖ്. ഓക്കെ, അപ്പോ ഏകദേശം 7:45 നമുക്ക് ഇതൊക്കെ ഒന്ന് കവർ ചെയ്യണം. പിന്നെ ഫുള്ള് കവർ ചെയ്യണം എന്നില്ല കേട്ടോ. നാളെ സത്യം പറഞ്ഞാ ഇതൊന്നും ചെയ്യണ്ട, ഇന്ന് പൊതിയിടേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ ജസ്റ്റ് മദ്രസയിലേക്ക് ഒരു പ്രവേശനോത്സവം പോലെ ദുആ ചെയ്ത് അങ്ങനെ പിരിയ ചെയ്യുന്നത്. പിന്നെ പിന്നെ സൺഡേ മുതലായിരിക്കും ക്ലാസ് ഒക്കെ തുടങ്ങി സ്റ്റഡി ആവുന്നത്. അപ്പോഴേക്കും പൊതിഞ്ഞാൽ മതി ഇട്ടാ സത്യം പറഞ്ഞാൽ. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് അങ്ങനെയൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെക്കാം ബാഗിൽ. ബാഗ് എന്തായാലും കൊണ്ടുപോകണമല്ലോ, മദ്രസ തുറക്കുന്ന ഒരു ഡേ അല്ലേ. അയ്യോ, പിന്നെ നമ്മൾ പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പൗച്ചിന്റെ ആവശ്യമില്ല എനിക്ക്. അവിടെ പൗച്ചിന് പകരാണ് ശരിക്കും ഫ്രണ്ടിൽ ഒരു സിബ് കണ്ടോ അതിലിടാന്. നീ പിന്നെ അത് പൗച്ചിൽ ഇട്ടിട്ട് പിന്നെ ആ ഒരു അറയിൽ വെക്കുകയല്ലേ ചെയ്യാ. വേണം ഇനി പൗച്ച് നിർബന്ധം ഉണ്ടോ? ഇവിടെ വേറെ ഇല്ലേ? അത് മതി, പുതിയതെല്ലാം എടുക്കാത്തല്ലേ. ആരെ പിന്നെ അവിടെ താത്താനെ തല്ലുന്നുണ്ടോ? നീ ഒന്നും പറഞ്ഞാ കേക്കണില്ല. കൊടുക്ക് മിന്നോ ബുക്ക്. അപ്പൊ ഓക്കെ, നമുക്ക് ഒരെണ്ണം പൊതിയാ അല്ലേ. അപ്പൊ ഒരെണ്ണം ഞാൻ പൊതിഞ്ഞു കഴിഞ്ഞാ ബാക്കിയൊക്കെ ഷാന പൊതിയാന്നാ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് അതിന്റെ ഫ്രണ്ടിൽ കുറച്ച് സ്റ്റിക്കറിന്റെ ഇതുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് പൊതിയുന്ന സമയത്ത് അത് വരണ്ട പറഞ്ഞിട്ടാണ്. എനിക്ക് പേപ്പർ കട്ട് ചെയ്ത് തന്നാ മതി. ഇനി അവിടെ പൊളിച്ച് അടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് വെട്ടല്ലേ. പിടി. അപ്പൊ ഇത് ആദ്യം ചെയ്യുന്നത് നമ്മൾ എല്ലാ ബുക്കിനും ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അപ്പം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ബുക്കിന് റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്തത് അടുത്ത ബുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കും. ഇങ്ങനെ എല്ലാ ബുക്കും ഒന്ന് കവർ ചെയ്തെടുക്കും കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മൾ പൊതിയുക. ഇത്രയും ബുക്കുകൾ നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കേട്ടോ. ഇനിയിപ്പം ജസ്റ്റ് കറക്റ്റ് ഒന്ന് പിൻ ചെയ്ത് എടുക്കണം. പിന്നെ ഇതാ നമ്മുടെ ഒരു ഏകദേശം നല്ലൊരു തിക്നെസ് ഉണ്ട് കേട്ടോ. ഇതൊരു
എത്ര രൂപയാണെന്ന് നോക്കിയിട്ടില്ല. അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഇതിനിയും ബാക്കിയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ ഒരെണ്ണം പൊതിഞ്ഞ് കാണിച്ചു കൊടുത്താൽ മതി എന്നാണ് ഷാന പറയണത്. അപ്പം നമുക്ക് കുറച്ച് പേടിയുണ്ട്, ഒരെണ്ണത്തിൽ തുടങ്ങാം. കുറച്ച് പേടിയുണ്ട്. എന്നാലും ഇത് ഞാൻ പൊതിയണ മെത്തേഡ് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇതിനോട് കൂടി ഇങ്ങനെ എന്താ എൻ്റെ ഒരു എന്താ പറയട്ടെ, ഈ സേഫ്സ് ഇല്ലേ, ഞാൻ വലിച്ചങ്ങോട്ട് പിടിക്കൂല. എന്നിട്ട് ഇവിടെ ഒന്ന് സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ കറക്റ്റ് ഫിറ്റായി നിൽക്കും. എന്നിട്ട് അടുത്തതും ഇതുപോലെ നോക്കട്ടെ, ഞാൻ നമർത്തി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചെയ്ത് അതും ജസ്റ്റ് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ കത്രിക വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. എനിക്ക് ഈ ചെറുപ്പത്തിലൊക്കെ ഇതിന് പൊതിയിടുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിലെ മക്കളുടെ ബുക്കൊക്കെ ഇതുപോലെ പൊതിഞ്ഞു കൊടുക്കും. ഇപ്പൊ പിന്നെ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അവര് എൻ്റെ അടുത്ത് കൊണ്ടുവരും. ഒരു ഭാഗം മാത്രമേ ഇടുള്ളൂ. ഒരു ഭാഗം അല്ല, ഒരു ഭാഗം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. എന്ത് കട്ട് ചെയ്യുന്നു? ഈ ഇപ്പുറത്തെ ഭാഗം കട്ട് ചെയ്യൂലേന്ന്. ജസ്റ്റ് അതിന് ഒപ്പം വരണം കേട്ടോ, പേജിന് ഒപ്പം വരണം. മനസ്സിലായില്ല. ഇതാ കട്ട് ചെയ്യുമ്പോ ബുക്ക് പോയിട്ട് കീറരുത് എന്ന് മനസ്സിലായോ? എന്നിട്ട് ഇതൊന്നിങ്ങനെ ഇതുപോലെ നല്ല ടൈറ്റ് ചെയ്ത് അതിൻ്റെ ഒപ്പം ഉള്ളിലോട്ട് തിരികെ കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു കോർണർ ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ട് മടക്കും. അത് അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ തള്ളി വരും. കുറെ കഴിഞ്ഞാൽ ഇവിടേക്ക് ഇങ്ങനെ തെറിച്ച് വരും. മനസ്സിലായോ? അതുകൊണ്ട് എന്നിട്ട് അതേപോലെ ഈ ഒരു ഭാഗം ഇങ്ങനെ ഇതിങ്ങനെ എൻഡ് കറക്റ്റ് പിടിച്ചു വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ആ ഒരു കോർണർ മടക്കുക. അതിങ്ങനെ രണ്ടും കൂടെ വരുന്ന വിധം ഒന്ന് സ്റ്റേപ്ലെയർ ചെയ്യും. അപ്പോൾ ഒരു ഭാഗത്ത് എത്ര പിന്ന് വരുന്നുണ്ട്? 5 എണ്ണം. നീ ഒന്ന് ചെയ്യ്. ചെയ്തിരുന്നു. എന്ത് രണ്ട് സൈഡ് മടക്കി കൊടുക്കുക. വേറെന്താ? കുറച്ച് പേടി. ഇങ്ങനല്ലേ? ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടൊന്നുമല്ല, അങ്ങനെ ഉള്ളിൽ തന്നെ അടച്ചും കൊണ്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നാളെ മദ്രസയ്ക്ക് പോകാനുള്ള ബുക്കായി കിട്ടിയെന്ന് വരില്ല. അതിൻ്റെ ഉള്ളിക്ക് അങ്ങനെ ആക്കുന്നല്ല, അതിൻ്റെ ആ ചട്ട മുഴുവനായിട്ട് അതിൻ്റെ ഉള്ളിക്ക് കവറായി നിൽക്കണം. നീ മടക്കണതും ബുക്കിന്റെ ചട്ടയും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കണം. ഇവിടെ മടക്കി കൊടുക്കണ്ടേ? എങ്ങനെ? ഞാൻ പ്രസ് ചെയ്തോ. ഇനി അവിടെ സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുക്കുക. എവിടെ? ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ അടച്ചു പിടിക്കുക, എന്നാലും അത് കറക്റ്റ് നിൽക്കുള്ളൂ. ഇവിടെ അല്ലേ? ഇങ്ങനെയാണോ? എങ്ങനെയാണെങ്കിലും അടിച്ചാൽ മതി. ആ മടക്കിയത് അതിൻ്റെ ഉള്ളിൽ പോകണമെന്നുള്ളൂ. ഇനി സ്റ്റേപ്ലെയർ എങ്ങനെ പിടിച്ചിട്ടുള്ളത്? തിരിച്ചിട്ടാ? സ്റ്റേപ്ലെയർ പിടിക്കണ രീതി എങ്ങനെയാന്ന് അറിയില്ല. ഒന്നുകൂടെ കയറ്റി പിടിയാ. അടിക്ക്. മതി മതി. ഇതിങ്ങനെ നല്ല ഈ കൈ വെച്ചിട്ട് നല്ല ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിന്ന് കഴിഞ്ഞാൽ അതാവില്ല. ഇനി ഇവിടെ അടിക്കും, ഈ സൈഡിലും അടിക്കും. എനിക്കാണ് ഇമാതിരി കാര്യങ്ങൾക്ക് ഇത്തിരി ക്ഷമ കുറവാണ്. ചെയ്യണ കണ്ടാൽ ഞാൻ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാനങ്ങോട്ട് ചെയ്യും. അത് പഠിക്കാൻ എത്തുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മാക്സിമം ഒറ്റയ്ക്ക് എടുക്കാൻ നോക്കുക. ഞാൻ കൂടി ഇരുന്ന അടിയോടെ കലാശിക്കോളൂ. ഞാൻ അപ്പുറത്തെ സൈഡ് അങ്ങനെ പിടിച്ചും കൊണ്ട് തന്നെ മടക്കണം. അങ്ങനെ നിവർത്തിയിടരുത്. അപ്പോഴാണ് ആ ഫിനിഷിങ് വരുള്ളൂ. ഇങ്ങോട്ട് തിരിക്കും. ബുക്ക് ഒന്നുകൂടെ ഇങ്ങോട്ട് തിരിക്കുക. എൻ്റെ ഭാഗത്തേക്ക് തിരിക്കുക. ഒന്നുകൂടെ തിരിക്കുക. അങ്ങനെ മറിച്ച് പിടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചിട്ട് തന്നെ കണ്ടപ്പോൾ അവിടെ നീ ബാക്ക് നോക്ക്, അവിടെ മടക്ക് പോയില്ലേ? അപ്പോൾ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് തന്നെ അതിനെ മടക്കി കൊടുക്കുന്നു. ആദ്യം ഇവിടെ 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 ഇങ്ങനെ മടക്കുമ്പോ ഈ ഒരു സാധനം ഇത് കണ്ടോ, ഇത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കണം. അല്ലാണ്ട് ഇത് ഇങ്ങനെ പോയിട്ട് ഇതിങ്ങനെ മടക്കല്ല ചെയ്യേണ്ടത്. ഇവിടെ നോക്ക്. അടച്ചു പിടിച്ചിട്ട് മടക്ക്. അപ്പോഴാണ് അതിന് കറക്റ്റ് കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. ആ മൂലയൊക്കെ കറക്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കൊടുക്ക്.
അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് സൈഡ് ഭാഗം ഇങ്ങനെ പൊള്ളച്ച പോലെ ഉണ്ടാവും. 2-3 തവണ പൊതിയിട്ടാൽ ശരിയാവും. പിന്നെ എനിക്കിത് കണ്ടു നിൽക്കുമ്പോൾ ഇത്തിരി ക്ഷമ കുറവായ കാരണം ഞാൻ വാങ്ങിച്ച് പൊതിഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഭാഗം പൊതിയാൻ 10 മിനിറ്റ് എടുത്തു. അപ്പം അതുവരെ ഇരിക്കാനുള്ള ക്ഷമ എനിക്കില്ല അല്ലേ. ഇങ്ങനെ മടക്കിയിട്ട് തന്നെ പിടിക്കേ. ഇങ്ങനെ അടച്ച് പിടിക്കുക, എന്നാലാണ് അത് കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അത് സ്റ്റേപ്ലെയർ ശരിയാവുള്ളൂ. മതിയില്ലേ, പുതിയ കഴിഞ്ഞില്ലേ? എന്ത് ഇതിന് മുമ്പാകേതാ എന്താ അറബി കണ്ടാ മനസ്സിലാവില്ല. കണ്ടോ ചെയ്തതിന്റെ മിസ്റ്റേക്ക് ഇപ്പൊ കണ്ടില്ല. എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ തള്ളി നിക്കണുണ്ടോ? ഇത് കണ്ടോ? ഇവിടെ കറക്റ്റ് ആയില്ലേ? അപ്പൊ നീ ഇങ്ങനെ മടക്കുമ്പോ ആ അറ്റ ഭാഗം ഇങ്ങനെ ശരിക്കും നിക്കണായിരുന്നു. എങ്ങനെ ഈ ഭാഗം? ഇവിടെ ഒരു ഭാഗം കൂടി ഇല്ലേ, അത് മടക്കുമ്പോ ഞാൻ തെറിച്ചു വരുന്നെന്ന് പറഞ്ഞത് ഓർമ്മല്ലേ? അതന്നെയാണ്. ഇനി അടുത്ത ബുക്ക് ഒട്ടില്ല, നെയിം സ്റ്റിക്കർ ഒക്കെ ലാസ്റ്റ് ഒട്ടിച്ചാൽ മതി. നീ അല്ല പുതിയാണ് മറപ്പൊതി പിള്ളേര് പുതിയ. ഫസ്റ്റ് അങ്ങനത്തെ ചെയ്തിട്ടില്ല, ഇങ്ങനെയുള്ള ചെയ്തിട്ടില്ല ഞാന്. രണ്ടും പേപ്പർ ആദ്യം ഒരുമിച്ച് വെക്കുക. ഇങ്ങനെയാണോ? അപ്പൊ അത് കറക്റ്റ് സൈസ് എങ്ങനെ ഉണ്ടാവുക? രണ്ടും പൊക്കി പിടിക്കാൻ, എന്നിട്ട് രണ്ടാ പേപ്പർ ഇങ്ങനെ ഇങ്ങനെ തലപ്പ് പിടിച്ചിട്ട് അതിങ്ങനെ പൊക്കുക. നല്ലല്ല ബുക്ക് നടുവക്ക് പോവുള്ളൂ. ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പും കറക്റ്റ് ആണോ നോക്കുക. എങ്ങനെ? ഇങ്ങനെ ഇതും കൂടെ നോക്കുമ്പോ ഏകദേശം ഗ്യാപ്പ് അറിയില്ല. ഇത് പിടി, ഇങ്ങനെ പിടി, പിടിച്ചോ. ഇവിടെ പിടി, ടൈറ്റ് ചെയ്ത് പിടി. എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഒരേ ഗ്യാപ്പാണോ നോക്ക്. അത് ഇപ്പുറത്തേക്ക് വെച്ച് മടക്ക്. ഈ ഭാഗത്തേക്ക് ഇതിങ്ങനെ പിടിക്കുക. അത് വിട്ടതാ നോക്ക്. ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഈ പേജ് ഇങ്ങോട്ട് മറിക്കുക. അതിന്റെ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നോട് കൂടിയിട്ട് ഈ ഫസ്റ്റ് പേജ് ഇങ്ങോട്ട് മറിക്കുക. നേരെ ഉള്ളിൽ കൈ കൊടുക്ക്. അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്ത് രണ്ട് സൈഡും ടൈറ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ അപ്പം തന്നെ സ്റ്റേപ്ലെയർ ചെയ്യുക. അപ്പോൾ ഇനി ബുക്ക് പൊതിയായിരുന്നാൽ ചിലപ്പോൾ ഈ വീഡിയോ 1 മണിക്കൂറായിരിക്കും. അപ്പോൾ എന്തായാലും അവൾ ഫിനിഷ് ചെയ്തതിൻ്റെ ലാസ്റ്റ് അങ്ങനെ എന്താ ഒരു 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ഒരു ബുക്ക്. എൻ്റെ വായത്തെ വെള്ളവും വറ്റി പറയാം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഫസ്റ്റിൽ ഇങ്ങനെ മടക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റത്തെ ഈ ഒരു ഭാഗവും ഇങ്ങനെ സ്റ്റേപ്ലെയർ ചെയ്ത് കൊടുത്തു. 2 സൈഡും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ബാക്കി സിമ്പിളാവുമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ ബാക്കി പിന്നെ ഫുള്ളായിട്ട് കൊടുക്കുക. പക്ഷേ ഈ ഒരു ഇതിട്ടത് അവൾ തന്നെ ഫുള്ള് കംപ്ലീറ്റ് സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് സമയം അധികം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ടൈമില്ല. കുറച്ച് നേരത്തെ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അവളെ കൊണ്ട് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ഇത്രയും എളുപ്പത്തിലാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ഗ്ലാസ് പൊട്ടിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ? എൻ്റെ ഒരു ഗ്ലാസ് നീ പൊട്ടിച്ചില്ലേ? അതിനുത്തരം പറ. നിനക്ക് ഞാൻ വെള്ളം തന്നതല്ലേ, അത് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് തരേണ്ട മര്യാദ അല്ലേ? ആ എന്ത് മര്യാദന്നോ? നീ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് എൻ്റെ കയ്യിൽ തരണം. തന്നോ? നീ താഴെ വീണില്ലേ? നീ അവിടെ ഇരിക്കുന്ന ചെറിയ തരികിട പരിപാടി കാണിച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ചും കൂടെ പൊതിയിടാനുണ്ട്. നോട്ട്ബുക്കാണ്, അത് എന്നോട് ഇട്ടോളാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ നെയ് സ്ലിപ്പ് ഒട്ടിക്കലിൻ്റെ ചടങ്ങിൽ പിന്നെ ഷാനാക്ക് പിന്നെ ക്ഷമ കുറവാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് അടുത്തത് വേഗം ചെയ്യണം. അപ്പോൾ നെയിം സ്ലിപ്പൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ? സിമ്പിൾ ആൻഡ് ഹമ്പിൾ അല്ലേ? അപ്പോൾ ഏകദേശം 9:05 ആയിട്ടുണ്ട്. കഴിക്കേണ്ട നേരമായിട്ടുണ്ട്. ഇതൊന്ന് അവസാനിപ്പിച്ച് ഇനിയിപ്പോൾ ഒരു നോട്ട്ബുക്ക് വെച്ചാൽ മതി അല്ലേ ബാഗിൽ? ടെക്സ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. നോട്ട്ബുക്ക് എടുക്കില്ല, വെറുതെ ഒരു ബാഗ് കൊണ്ടുപോകാൻ, നിനക്ക് ഷോ കാണിക്കാൻ അല്ലേ? അപ്പോൾ ഒരെണ്ണം
ഇത് ഞാനൊന്ന് എഴുതി കൊടുത്തു, അതേ മോഡൽ നോക്കിയിട്ട് അവൾ തന്നെ എഴുതിക്കോളാന്നാ പറഞ്ഞിരിക്കുന്നത്. നല്ല അമർത്തണ്ട കേട്ടോ, അത് എന്താ പറയുക മാർക്കറാണ്, അതിന്റെ നിബ് അതൊക്കെ എപ്പോഴും അയക്കണം. എന്ത് ട്യൂബ് എന്തോ അയക്കണം. അതെങ്ങനെ ആവുക? പതുക്കെ എഴുതുക, മാർക്കർ കൊണ്ട് പാനിങ് കൊണ്ട് ഉരച്ചെഴുതുന്ന പോലെ എഴുതില്ല, നല്ല സ്മൂത്ത് ആയിട്ട് എഴുതുക. മനസ്സിലായോ? പാനിങ് കൊണ്ട് അമർത്തണ പോലെ അമർത്തണുണ്ടോ? പിന്നെ എന്നെക്കായി കട്ടി വരുന്നുണ്ടല്ലോ അത്, അതെങ്ങനെ? പ്രസ് ചെയ്യണ്ട. എത്ര കളറില് പിന്നെ പാൻ എഴുതുന്ന പോലെ അമർത്തരുത് കേട്ടോ, അത് കംപ്ലൈന്റ് ആവും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം എത്ര നോട്ട്ബുക്ക് ഇട്? 1 2 3 4 നോട്ട്ബുക്ക് ഉണ്ട്. ഒരു നോട്ട്ബുക്കും 5 ടെക്സ്റ്റ് ബുക്കും കംപ്ലീറ്റ് ആയി അല്ലേ? ഒരു ബുക്ക് ചട്ടോ. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ടില്ലേ? ഇല്ല, ഒരു നോട്ട്ബുക്ക് തീരെ എടുത്തിട്ടില്ലോ? ഓഹോ, ഇല്ല. 5 നോട്ട്ബുക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് നമുക്ക് പൊതിഞ്ഞു കൊടുക്കാം, ബാക്കി പിന്നെ ചെയ്യാം. പിന്നെ കഴിക്കേണ്ട സമയമായി. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ രാത്രി വ്ളോഗ് ഇവിടെ നിർത്തി, നമുക്കിനി അടുത്ത ദിവസം രാവിലെ ഷാന മദ്രസയിലോട്ട് പോകുന്നതും കൂടെ കണ്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? അങ്ങനെ അവസാനിപ്പിക്കണം. യെസ്. അപ്പോൾ 5ാം ക്ലാസ്സിലേക്ക് പോകാനിരിക്കുന്ന ഷാന, എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇപ്രാവശ്യം പൊതുപരീക്ഷ ഉണ്ടാവുമോ? അതെന്താ മോല് പൊട്ടിക്കട്ടെ? ഇലാസ്റ്റിക് അല്ല, മൊത്തം സ്റ്റിച്ചാ. അതാ ബാക്ക് കൊണ്ടുപോകണം. എന്തിനു കേറ്റിക്ക് മുടി കാണുന്നുണ്ട്? മക്കൻ എന്തിനാണ്? എന്നാ പിന്നെ ഷാൾട്ടാ മതി. കേറ്റി മേലെ കൊണ്ടുപോകണാണ്. അത് താഴെ ശരിയായിട്ടില്ല, താഴെ അവിടെ ചുരുങ്ങി നിൽക്കുന്നുണ്ട്. നീ വീണ്ടും അവിടെ പോയിട്ട് മടക്കി വെച്ചിരിക്കണത്. അതങ്ങനെയാണ് ഇടുക, അല്ലെങ്കിൽ പിന്നെ ആ സാധനം താഴത്തെ കൊണ്ട് എടുത്താൽ മതിയില്ലേ? കള്ള വൈബ് എടുക്കുക. മൈലാഞ്ചിട്ടൊന്ന് കാണിച്ചു കൊടുത്ത കാലില്? കാലിലൊക്കെ ഒരു ഡിസൈൻ ചെയ്തതാ, കാണിക്കാൻ പറ്റാത്ത അവസ്ഥ. കാണിക്കും, ആ സൈഡും അല്ലേ ഇത്? കാണിക്കേ നോക്കട്ടെ, കാണിക്കടോ. ഒരു കാലില് ചെറിയ ഡിസൈന്, ഒരു കാലിൽ വലിയ ഡിസൈന്, മോഡലാണ്. പിന്നെ വിരലിലിട്ടുന്നോട്ടെ. അതും നമ്മുടെ ബിഗ് ബി. എങ്ങനെ ഉണ്ടാവും? മറ്റേതാണെങ്കിൽ എങ്ങനെയെങ്കിലും കളയാന്ന് വിചാരിക്കും. പുതിയ ബാഗൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്താ ഇപ്പൊ ബാഗിൽ കൊണ്ടുപോകണം? ബാഗിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്രത്യേകിച്ച് ആയതുകൊണ്ട് ബുക്കും എന്താ പ്രത്യേകിച്ച് ആയതുകൊണ്ട് ഒന്ന് മൗലൂദ് മാത്രല്ലേ. മൗലൂദാ? അതാ മടങ്ങിയിരിക്കുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. നമ്മുടെ 2 ടെക്സ്റ്റ് ബുക്കും അതിൻ്റെ കൂടെയുള്ള നോട്ടും പൊതിഞ്ഞിക്കണമെന്നായിരുന്നു. ഏതോ 2 സബ്ജക്റ്റ് അല്ലേ? താരീഖ് തജ്വീദ്. വെറുതെ ബാഗ് കൊണ്ടുപോകണേലും നല്ലതല്ല. വെള്ളം വേണ്ടേ? എന്തിനു? നീ കുടിക്കാറുണ്ടോ? പിന്നെ കുറച്ച് കൊണ്ടുപോവാ. പിന്നെ സാധാരണ ചെറിയ കുപ്പി എടുക്കാറില്ല, അത് കൊണ്ടുപോയാൽ മതി. അപ്പൊ പൗച്ച് നമ്മൾ വാങ്ങാത്തോണ്ട് നമ്മളെ വീട്ടില് ഉള്ള പൗച്ച്. ഇത് പുതിയതാണ് കേട്ടോ. ഇതെവിടുന്ന വാങ്ങിച്ചേ? സാധാരണ ഒരു കട്ടർ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് സ്കൂൾക്ക് വേണ്ടി എടുത്ത് വെച്ചേക്കാം. ഇതൊരു നീല കളറില് ക്രിസ്മസ് ട്രീന്റെ പോലത്തെ എടുത്ത് വെച്ചാളോ. അപ്പോൾ ഏകദേശം 7:10 ആയിട്ടുണ്ട് കേട്ടോ. 7:30ക്കാണ് മദ്രസയിലെത്താൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഓട്ടോ വരും അല്ലേ? അപ്പം ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വ്ളോഗിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.